കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഭാരവാഹികളുടെ വാർത്താ സമ്മേളനം പുരോഗമിക്കുകയാണ്. ഒടുവിൽ ഒരു പ്രതികരണം ഉണ്ടാവുകയാണ്. KCF മനുവിനെ സംരക്ഷിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴും മനുവിനെ സംരക്ഷിച്ചു എന്ന് വ്യക്തമാക്കുന്ന പ്രതികരണമാണ്. അതിൽ തെറ്റുപറ്റി പറഞ്ഞുകൊണ്ടാണ്. രണ്ടാമത് എന്തിനെടുത്തു എന്നുള്ള കാരണം ഇതാണ്. അവര് വന്ന് അവരുടെ ആവശ്യപ്രകാരമാണ് ഇത് തിരിച്ചെടുത്തത്. മനു കോച്ചിങ് ഇവിടെ കണ്ടിന്യൂ ചെയ്യുന്നു. രണ്ടാമത് 2024 ഈ അടുത്ത് ഞാൻ കണ്ടിന്യൂറ്റി പറഞ്ഞോളാം. 2024 ഇതേമാതിരി നമ്മുടെ പിങ്ക് ടൂർണമെന്റിന്റെ ഇടയ്ക്ക് ഈ ഒരു ഇപ്പത്തെ പരാതിക്കാരി മനുവിനെ അവിടെ വെച്ച് കാണുകയും അതനുസരിച്ചിട്ട് അവരും അവരുടെ മാതാവും കൂടി ചൈൽഡ് ഹെൽപ്പ് ലൈനിൽ പോയി അതനുസരിച്ച് പോലീസിൽ പോയി പരാതി കൊടുത്തു. നേരെ ഇവിടെ വന്ന് അന്ന് വിനോദാണ് ഇപ്പോഴത്തെ ജില്ലാ സെക്രട്ടറി സ്റ്റേറ്റ് സെക്രട്ടറി വിനോദ സുകുമാറിന് മുമ്പിൽ ഈ പേരന്റും കുട്ടിയും വന്നിട്ട് ഇങ്ങനൊരു സംഭവം നടന്നിരുന്നു. അന്നത്തെ കാലത്ത് ഈ പറഞ്ഞ ഈ കുട്ടി പോലീസിൽ പോയി ചൈൽഡ് വെൽഫെയർ കൌൺസിലിംഗ് കഴിഞ്ഞിട്ട് വന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പരാതി ഞങ്ങൾ കൊടുത്തിട്ടുണ്ടെന്ന് പറയുമ്പോഴാണ് രണ്ടാമത്തെ ഈ ഒരു ഇപ്പോൾ നടന്ന ഇൻസിഡന്റ് പരാതി കേസ് അറിയുന്നത്. അതിനനുസരിച്ചിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇതുവരെ തന്നെ 2 പോലീസ് ഉദ്യോഗസ്ഥർ വന്നു ഇങ്ങനെ പരാതി. അപ്പം അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ അറിഞ്ഞു പേരൻസ്. അപ്പൊ അദ്ദേഹം അവർ തന്നെ പറഞ്ഞിരുന്നു ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. ഇത് പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ അതിനകത്ത് നമ്മൾക്ക് ഒന്നും ചെയ്യാനുണ്ട്. ഓൾറെഡി ഒരു പോസ്റ്റ് കോഡ് നിയമം അനുസരിച്ച് നമ്മൾ അറിഞ്ഞാൽ അറിയിക്കണമെന്നാണ്. പക്ഷെ നമ്മുടെ അടുത്ത് പറഞ്ഞത് പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ പരാതി കൊടുത്തിട്ടാണ് വരുന്നതെന്നാണ്. അപ്പൊ രണ്ടാമതൊരു കംപ്ലൈന്റ് അത് റിട്ടേൺ അല്ല ഓറലി വന്ന് പറഞ്ഞിട്ട് പോയതാണ്. അപ്പോഴും ഞങ്ങൾ നിയമോപദേശം നേടി എന്താണ് ചെയ്യേണ്ടത്. ഇൻ ബിറ്റ്വീൻ പിറ്റേ ദിവസം പോലീസുകാർ അന്വേഷിക്കാൻ വന്നു. അതിന്റെ പിറ്റേ ദിവസം നമ്മളുടെ ഈ പരാതിക്കാരിയായ കുട്ടിയുടെ അച്ഛനും മറ്റൊരു പേരന്റ് മറ്റൊരു കുട്ടിയുടെ പേരന്റും കൂടി സെക്രട്ടറിനെ വന്നു കണ്ടു. ഇതേമാതിരി തന്നെ പറഞ്ഞു ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കുട്ടിക്കും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്, മറ്റു പലർക്കും ഉണ്ടായിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞതെന്നുള്ള രീതിയിൽ നമ്മൾക്ക് വന്നൊരു പരാതി തന്നു. അത് നമ്മളപ്പോൾ തന്നെ കമ്മീഷണർക്ക് SHOയ്ക്ക് നമ്മൾ ഫോർവേഡ് ചെയ്തു കൊടുത്തു നമ്മളെ പരാതി കിട്ടിയതനുസരിച്ചിട്ട്. ഈ ഒരു 2 പരാതിയാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷന് മുമ്പിൽ മനു എന്ന ഈ ഒരു കോച്ചിന്റെ അഗൻസ്റ്റ് അറിയുന്നത്. അതാണ് കേരള ക്രിക്കറ്റിന് അറിയുന്ന സംഭവങ്ങൾ. ഇത് വസ്തുതപരമായ സംഭവങ്ങൾ ഇതാണ്. ഇവിടെ നമ്മൾ മനുവിന്റെ പ്രവൃത്തികൾ ന്യായീകരിക്കുന്നില്ല. വളരെ എന്താ പറയാ നമ്മൾ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഒരു സംഘടനയിൽ സംഭവിക്കാൻ പറ്റാത്ത സംഭവങ്ങൾ തന്നെയാണ് നടന്നിരിക്കുന്നത്. ഇപ്പൊ നമ്മൾക്ക് കൊണ്ടല്ലോ കുട്ടികളും പെൺകുട്ടികളും ചെറിയ കുട്ടികളും. പക്ഷെ നമുക്ക് 11 വയസ്സ് 13 വയസ്സ് കുട്ടികൾ ആ ഒരു രീതിയിലുള്ളവരുടെ ഇങ്ങനൊരു തോട്ട് പ്രോസസ്സിൽ കൂടി തന്നെ നമ്മൾ പോകുന്നില്ല. പിന്നെ നമ്മൾക്ക് അന്നത്തെ ഈ പറഞ്ഞ പേരൻസിന്റെ നമ്മൾ അവരൊന്ന് പറയുന്നതൊക്കെ അനുസരിച്ചാണ് രണ്ടാമത് എടുത്തത്. പക്ഷെ നമ്മൾ ഇപ്പോൾ ആലോചിക്കുമ്പോൾ നമുക്കൊരു തെറ്റ് പറ്റിയിട്ടില്ല എന്ന് പറയില്ല. കാര്യം എല്ലാവരും പറയുന്നവർ തന്നെ ഇങ്ങനെ ഒരു പോസ്കോ കേസിലെ പ്രതിയെ ജാമ്യം കിട്ടി എന്നുള്ള രീതിയിൽ എന്തുകൊണ്ട് നിങ്ങൾ എടുത്തു? ഞങ്ങൾക്ക് ഉത്തരവില്ല. പക്ഷെ ഒരു മാനുഷികമായ അല്ലെങ്കിൽ നമ്മളൊരു അസോസിയേഷനിൽ ക്രിക്കറ്റിന് വേണ്ടി പ്രവർത്തിക്കുന്നു. അപ്പോൾ ഒരു എയിം ഒരു ടാർഗറ്റഡായ ഒരു വ്യക്തിയായിട്ടാണ് ഇവരെല്ലാവരും വന്ന് ചിത്രീകരിച്ചത്. അത് ഈ പേരൻസ് ഒന്നും നിങ്ങൾ അന്വേഷിച്ചറിയാം, ഇൻഡിവിജ്വലി അന്വേഷിച്ചാൽ അവരാരും നിരാകരിക്കുന്നില്ല അല്ലെങ്കിൽ നിഷേധിക്കുന്നില്ല. ഇതാണ് അന്ന് നടന്ന വാസ്തവം. പക്ഷെ നമ്മൾക്ക് ഒരു വീഴ്ച ഒരു പ്രോപ്പറായിട്ട് ഒരു എന്തോ ആ ഒരു സംഭവത്തിൽ ഞങ്ങൾ വിശ്വസിച്ചു പോയി. അതിനോടനുബന്ധിച്ച് എന്ത് സംഭവിച്ചു? ഇനി കൂടുതൽ പ്രിക്കോഷൻസ് നമ്മൾ എടുത്തു. അന്ന് ഈ രണ്ടാമത് എടുത്തപ്പോൾ തന്നെ ഒരു വനിതാ കോച്ചിനെയും കൂടി ഇവിടെ ആ കുട്ടിയുടെ ഒപ്പം മനുവിന്റെ ഒപ്പം ഒരു വനിതാ കോച്ചിനെയും കൂടി നമ്മൾ പ്രാക്ടീസ് ചെയ്തിരുന്നു. പ്രാക്ടീസിന് ഒരു കോച്ചിനെ നമ്മൾ അപ്പോയിന്റ് ചെയ്തിരുന്നു. കൂടുതൽ ക്യാമറകൾ CCTV ക്യാമറകളൊക്കെ വെച്ചിട്ട് നമ്മുടെ പ്രിക്കോഷൻസ് ഒന്നും തന്നെ എടുത്തിരുന്നു. ഇവിടെ സംഭവിച്ചത് എന്താണ്? നമ്മൾ മീഡിയയിൽ കണ്ടത് എന്താണ്? കേരള ക്രിക്കറ്റ് അസോസിയേഷനിൽ ഒരു പരാതി കിട്ടിക്കഴിഞ്ഞിട്ടും മനുവിനെ നിങ്ങൾ പിങ്ക് ടൂർണമെന്റിന് അയച്ചു. പക്ഷെ മനുവിനെ പറ്റി കേരള ക്രിക്കറ്റ് അസോസിയേഷന് ആദ്യമായി ഒരു പരാതി കിട്ടിയത് റിട്ടണോ ഓറലിയോ നമ്മൾക്കൊരു പരാതി കിട്ടിയത് ഏപ്രിൽ 19-ാം തീയതിയാണ്. ആ പരാതി എന്താണെന്ന് വെച്ചാൽ ഇതൊരു പീഡനമോ അല്ലെങ്കിൽ സെക്ഷൽ ഹരാസ്മെന്റ് പരാതിയല്ല. ഇപ്പോൾ ഈ പറഞ്ഞ എന്താ പറയുക നമ്മളുടെ ഈ ഒരു പേരന്റ് ഈ പേരന്റ് ഈ പരാതി ഏപ്രിൽ 19 തന്നതിന്റെ കോപ്പി ഞാൻ ഇത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിലൊരിക്കലും പറയുന്നത് എന്താണ്? മനുവും അദ്ദേഹത്തിന്റെ 2 കുട്ടികൾ, ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിയും 2022 മുതൽ ഇവിടെ മനുവിന്റെ കീഴിൽ ഡേറ്റ് അതിനകത്തുണ്ട് ഇവിടെ പ്രാക്ടീസ് ചെയ്തിരുന്നു. അതിന്റെ കണ്ടിന്യൂ ആയിട്ട് ആദ്യമൊക്കെ മനു വളരെ നന്നായിട്ട് കുട്ടികളെ നോക്കിയിരുന്നു. ഈ ഒരു
നമ്മുടെ ഈ ഫസ്റ്റ് കേസിന്റെ സമയത്ത് ഈ പേരന്റും ഈ കുട്ടികളും ഒക്കെ ഒരുമിച്ച് ആണ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തത്. മനുവിന് അനുകൂലമായ സ്റ്റേറ്റ്മെന്റ് കൊടുത്ത് അത് തെറ്റായി പോയെന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞൊരു പരാതിയാണ്. പക്ഷെ ആ പരാതികളിൽ മുഴുവൻ പറയുന്നത് മനു കേസ് കഴിയുന്നത് വരെയും ഈ കുട്ടിക്ക് നല്ല കോച്ചിങ് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ മനുവിന്റെ ബിഹേവിയർ മാറി. വേറൊരു പുതിയൊരു കുട്ടി, ഒരു കാശുള്ള വീട്ടിലെ കുട്ടി വന്നപ്പോൾ, വീട്ടിൽ നെറ്റ്സക്കിളുടെ കുട്ടി വന്നപ്പോൾ ആ കുട്ടിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഈ കുട്ടിയുടെ ഇദ്ദേഹത്തിന്റെ കുട്ടിയുടെ പരിശീലനം മര്യാദയ്ക്ക് കൊടുക്കുന്നില്ല. ചോദിക്കുമ്പോൾ ബാറ്റിംഗ് ഫാസ്റ്റ് ബോളിംഗ് കളിക്കാൻ പറ്റുന്നില്ല, സ്പിന്നാക്കുന്നു. ഇങ്ങനത്തെ പരാതികളാണ് കിട്ടിയത്, സെലക്ഷൻ സംബന്ധമായ പരാതികൾ. അതുകൊണ്ട് അദ്ദേഹം പത്തനംതിട്ടയ്ക്ക് മാറാൻ പോവുകയാണ്. ആ ഒരു രീതിയിലുള്ള പരാതി, ആ ഒരു പരാതിയിലും ഒരു സെക്ഷൽ ആയിട്ട് ഇത് കുട്ടികൾ ചെയ്തെന്നോ ബാക്കി കുട്ടികൾ ചെയ്തെന്നോ ഒന്നും പറയുന്നില്ല. വേഗമായിട്ടുള്ള ഇതേമാതിരി അദ്ദേഹത്തിന്റെ കുട്ടിക്ക് സെലക്ഷൻ കിട്ടാത്തതും മനു എന്ന കോച്ച്, ഞാനിത് കഴിയുമ്പോൾ കാണിച്ചു തരാം അതിന്റെ ആ ഒരു രീതിയിലാണ് ഒരു പരാതി. എങ്കിലും ആ പരാതി കിട്ടുമ്പോഴും ഏപ്രിൽ 19 പരാതി കിട്ടി. മെയ് 5 അത് ഈ പേരന്റിന് കേസ് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. കേസ് അല്ലെങ്കിൽ ഡിസ്ട്രിക്റ്റിന്റെ ആണല്ലോ, ഡിസ്ട്രിക്റ്റിന്റെ കോച്ചാണ്. അപ്പൊ ഡിസ്ട്രിക്ട് റിപ്ലൈ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഇത് അന്വേഷിക്കാവുന്ന കാര്യം. അതിന്റെ കോപ്പി നമ്മൾ വന്നിട്ടുണ്ട്. ഇൻ ബിറ്റ്വീൻ 21 മനു KCL വന്ന് അല്ലെങ്കിൽ ജില്ലാ സെക്രട്ടറി പറയുകയാണ് അദ്ദേഹത്തിന് ബാംഗ്ലൂർക്ക്, അദ്ദേഹത്തിന്റെ വൈഫ് ബാംഗ്ലൂരാണ് ജോലി ചെയ്യുന്നത്, അവിടെ ഒരു അക്കാഡമിയിലേക്ക് എനിക്ക് മാറിയാൽ കൊള്ളാമെന്നുണ്ട്.